ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഷോൾഡർ ഡേ ആണ്. സ്പ്ലിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെസ്റ്റ് ആൻഡ് ട്രൈസ്, സെക്കൻഡ് ഡേ ബാക്ക് ആൻഡ് ബൈസ്, തേർഡ് ഡേ ലെഗ്സ് ആൻഡ് ഷോൾഡർ. ഇതാണ് നമ്മൾ വർക്കൗട്ട് റൂട്ടീൻ ഇപ്പം ഫോളോ ചെയ്യുന്നത്. 3 വർക്കൗട്ടാണ് ചെയ്യുന്നത്. ലെഗ്സിന് നമ്മൾ മാക്സിമം 3 to 4 വർക്കൗട്ട്സ് ചെയ്യും. ഇതൊക്കെ ടിൽ ഫെയിലർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ വാമപ്പ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. വാമപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കളി മാക്സിമം തുടങ്ങാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം ഇഞ്ചുറീസ് ഒന്നുമില്ലാണ്ട് കളി തീർക്കാൻ പറ്റും. ഷോൾഡർ ആയതുകൊണ്ട് കുറച്ച് ഷോൾഡർ നല്ലോണം മൂവ് ചെയ്യാം. നല്ല ഷോൾഡർ മൊബിലിറ്റി വേണം. ഷോൾഡർ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പണിയാണ്. നല്ല റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗെയിംസ് ഒക്കെ പോകും. അതുകൊണ്ട് മാക്സിമം ഇഞ്ചുറി ഇല്ലാണ്ട് നമ്മൾ നോർമലായിട്ട് കളി ചെയ്യാം. 3 പുഷപ്പ് മസ്റ്റാണ്. നമ്മൾ ഫസ്റ്റ് റിയർ ഡെൽറ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിയർ ഡെൽറ്റാണ് നമ്മുടെ ഫസ്റ്റ്. ഡെൽറ്റിന് ഷോൾഡറിന് മാക്സിമം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വെയിറ്റ് കൂട്ടിയിട്ട് അടിച്ചാൽ മാത്രമേ ഷോൾഡറൊക്കെ പമ്പായി വരും. അങ്ങനെയൊന്നുമല്ല. നമ്മൾ മാക്സിമം റേഞ്ച് ഓഫ് മോഷൻ കിട്ടണമെങ്കിൽ നമുക്ക് പറ്റുന്ന വെയിറ്റ് ഇട്ട് അടിക്കണം. അല്ലാണ്ട് ഈഗോ ലിഫ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിയർ ഡെൽറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മളെ സൈഡൊന്ന് ഇതാക്കി എടുക്കണം. അതുകൊണ്ട് റിയർ ഡെൽറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. റിയർ ഡെൽറ്റിൽ ആദ്യം ഞാൻ കളിക്കുന്നത് ഫേസ് പുള്ളാണ്. Three, 30, easy. Last 2. മാക്സിമം പുഷ് ചെയ്യണം. ടിൽ ഫെയിലിയർ ആണ്. നമ്മൾ എന്തായാലും 3 വർക്കൗട്ടേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ടിൽ ഫെയിലിയർ ചെയ്യണം. അതായത് ഹിറ്റ് ചെയ്യുക, മാക്സിമം ഹിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ചില ആൾക്കാർ പറഞ്ഞാൽ ഫേക്ക് റപ്പ് അടിക്കും. വെയിറ്റ് ഇല്ലാണ്ട് ജസ്റ്റ് അടിക്കണം എന്നുള്ള രീതിയിൽ വെറുതെ അടിക്കും. അത് അടിച്ചാൽ പറ്റില്ല. നമ്മൾ അടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കിൽ ദ മസിൽ. ലാസ്റ്റ് സെറ്റാണിത്. ലാസ്റ്റ് സെറ്റ് മാക്സിമം അടിക്കുക. ഞാൻ ഇതിൽ റെപ്സ് എത്രയാന്ന് പറയുന്നില്ല. ടിൽ ഫെയിലിയർ അടിക്കാൻ പോവുകയാണ്. Good session guys, good session. Next workout we are going to do dumbbell flies. Dumbbell flies മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൈഡാണ്. ഡംബൽ ഫ്ലൈസ് കളിക്കുന്നത് സൈഡ്. കാരണം സൈഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഷോൾഡർ നല്ല 3D ഷോൾഡർ ആയിട്ട് കിട്ടും. അതുകൊണ്ട് മാക്സിമം ഇത് നമ്മൾ ടിൽ ഫെയിലിയർ ചെയ്യണം. ടിൽ നമ്മൾ മസിൽ സ്ക്വീസ് ചെയ്തടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് മസിൽ ബിൽഡാവും. ലൈറ്റ് വെയിറ്റ് തുടങ്ങും. മാക്സിമം സൈഡ് എൻഗേജ് ചെയ്തടിക്കും. 2, 3, 4, 2. നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡാണ് നമ്മൾ മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെറ്റിലും നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് അടിക്കുന്നതാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. അതിപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡ് അല്ലാണ്ട് എല്ലാവരും ഒരേ വെയിറ്റിലിട്ട് അടിക്കുന്നവരുണ്ട്. പക്ഷെ മാക്സിമം ഒരു 90% ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുന്നത് പ്രോഗ്രസീവ് ഓവർലോഡാണ്. നമ്മൾ ഇനി അടുത്ത് വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് സൈഡ് അടിക്കാം.
നമുക്ക് പുഷ് ചെയ്യാൻ ആരുമില്ല, നമ്മൾ സോളോ ആയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളാണ് നമ്മളെ പാർട്ട്ണർ. വി ആർ ദ ഓൺലി പാർട്ട്ണർ. സോ മാക്സിമം നമ്മൾ തന്നെ നമ്മൾ പുഷ് ചെയ്യുക. നമ്മളെ പുഷ് ചെയ്യാൻ വേറെ ആരും വരില്ല. ഓക്കെ ഗൈസ്, ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ യുവർ പാർട്ട്ണർ. യു ആർ യുവർ പാർട്ട്ണർ. ഓക്കെ ഗൈസ്, വെയിറ്റ് കാണുന്നില്ലല്ലോ ഗൈസ്. എൻ്റെ അമ്മേ, കൈ വയ്യ. Come on, last set. Come on, come on, come on, guys. 1, 2, 3. Oh. You will do with light weight. 1, 2, 3. 10. Oh, guys. ഞാൻ ഇതിനു മുമ്പ് ഷോൾഡർ ചെയ്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഫ്രണ്ട് ഡെൽട്ട് ചെയ്തിട്ടാണ്. പക്ഷെ ഇപ്പം ഞാൻ നേരെ തിരിച്ച് ചെയ്ത്. കാരണം ഞാൻ ഫ്രണ്ട് ചെയ്ത് ബാക്കിലോട്ട് എത്തുമ്പോഴത്തേക്ക് എനിക്ക് എനർജി ഇല്ല. അപ്പോൾ ഫ്രണ്ട് മാത്രം ബിൽഡ്. പിന്നെ ഞാൻ തന്നെ ഒരു ഇതുകൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ റിയർ ഡെൽറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിയർ ഡെൽറ്റ് തന്നെ എനിക്കിപ്പം എന്താ പറയുക, ഒരു ബ്രോഡാണ്, പക്ഷേ 3D അല്ലാന്ന് തോന്നുന്നു. അപ്പം 3D ആക്കി എടുക്കാൻ ഞാൻ തന്നെ വിചാരിച്ചാണ് നമ്മൾ വർക്കൗട്ട് കുറച്ചിട്ട് നമ്മൾ മാക്സിമം റെപ്പ് അടിച്ച് ബിൽഡ് എയ്സ്തെറ്റിക് ബോഡി ഉണ്ടാക്കണം. എയ്സ്തെറ്റിക് ബോഡി. ഈ സൈഡ് റിയർ ഡെൽറ്റ്. അപ്പോൾ റിയർ ഡെൽറ്റിന് നമ്മൾ ഫസ്റ്റ് കളി കളിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഹിറ്റ് ചെയ്യാൻ പറ്റാത്ത ബോഡി പാർട്ട് വരെ, അതായത് ഡെൽറ്റിലെ പാർട്ട് വരെ നമുക്കിപ്പോൾ ഹിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചല്ലപ്പോൾ ഇതൊന്നും മുമ്പേ ഇല്ല, ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പോൾ റിയർ ഡെൽറ്റ്, അതിൻ്റെ സൈഡ് ഞാൻ വിചാരിക്കുന്നത് ഒരു റെപ്പും കൂടെ, ഒരു സൂപ്പർ സെറ്റും കൂടെ അടിക്കുക ഈ ഡംബൽ. കം ഓൺ, യു ക്യാൻ ഡു ഇറ്റ്. ലോ വെയിറ്റിലടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Yes. ഗൈസ്, ഒന്നും പറയണ്ട ഗൈസ്, കൊള്ളാം, വർക്കൗട്ട് കൊള്ളാം. ടേക്ക് സം വാട്ടർ. അധികം വെള്ളം കുടിക്കരുത്, ജസ്റ്റ് സിപ്പ്. നെക്സ്റ്റ് വർക്കൗട്ട്, ഫ്രണ്ടൽ ഡെൽറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. മസിൽ just slowly. 1, 2, 3. Wow. Good set, guys. ഷോൾഡർ അടിക്കുമ്പോൾ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നമ്മളൊരു ഹീറോയിക് ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചു തരാം. കാണിച്ചു തരാം. ഷോൾഡർ അടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കാലുകൊണ്ടില്ല ഈ പുഷില്ലേ, ആ പുഷിൽ നമുക്കൊരു എക്സ്ട്രാ എനർജി കിട്ടും. Come on guys, you can do it. Come on. Yeah. 1, 2, 3. Come on guys. Come on. അതായത് റിയർ ഡെൽറ്റിന് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ടാർഗറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക്, അതായത് നമ്മൾ ഏത് വർക്കൗട്ടാണ് ചെയ്യുന്നത്, ആ വർക്കൗട്ട് എന്തിനാണെന്ന് നമുക്ക് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ടാർഗറ്റ് ചെയ്ത് ഹിറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് വെറുതെ വന്നിട്ട് ഇതിങ്ങനെ കളിച്ച് അറിയണം. നമ്മൾ ഏത് കളി ഏത് പാട്ടിനാണെന്ന് നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റൂ. ലാസ്റ്റ് സെറ്റ് വിത്ത് മാക്സിമം വെയിറ്റ് ആൻഡ് മാക്സിമം ടിൽ ഫെയിലിയർ. യെസ്.
യെസ്, യു ക്യാൻ ഡു ഇറ്റ്. യെസ്, യു ആർ ദ ഓൺലി പവർ. 1 2 3 4 5 6. Yes. Don't depend upon another. You are the only partner. ഗൈസ്, നമ്മൾ അങ്ങനത്തെ 3 വർക്കൗട്ട് ഷോൾഡറിൻ്റെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ മാക്സിമം ടിൽ ഫെയിലറാണ് അടിച്ചത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിരിക്കും. കുറച്ചുകൂടി ഒന്ന് പമ്പായിട്ടുണ്ട്. പക്ഷേ ഈ പമ്പിങ്സ് നമുക്ക് കട്ടിങ്സ് ആക്കി മാറ്റണം. അതിന് എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 75 kg. 75 kg എനിക്ക് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 68-70. ഈ ഒരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം നമ്മളെ ബോഡി ഫാറ്റ് 15% ആക്കി കുറക്കണം. ഇപ്പം എൻ്റെ ബോഡി ഫാറ്റ് എന്ന് പറയുന്നത് 20 and above. You don't lose if you get knocked down. You lose if you stay down. If you know, you know. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വർക്കൗട്ട് ഇന്നത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് നമ്മളെ പ്രോട്ടീൻ ഷേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഡെയിലി നല്ല ഫുഡ് കഴിക്കുക. ഇടയ്ക്കെപ്പെങ്കിലും നല്ല ഫുഡ് കഴിക്കണം, പുറത്ത് പോയിട്ടെല്ലാം കഴിക്കണം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാക്സിമം നമ്മൾ നല്ല ഡയറ്റ് എടുത്ത്, ക്ലീൻ ഡയറ്റ് എടുത്ത്, നല്ല കൺസിസ്റ്റൻ്റ് ആൻഡ് ഡിസിപ്ലിൻ ആയിട്ട് നിന്നാൽ മാത്രമേ നല്ല ബോഡി ഉണ്ടാകാൻ പറ്റും. അവിടെ മാക്സിമം take 1 scoop of protein immediately after workout. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി ഫ്ലേവറാണ്. ഐ ലൈക്ക് കോഫി വെരി മച്ച്. നെക്സ്റ്റ് ടൈം നമ്മൾ എല്ലാ മാസവും വാങ്ങുമ്പോൾ ഡിഫറെൻറ്റ് ഫ്ലേവർ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക. സെയിം ഡിഫറെൻ്റ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടുക്കില്ല. അല്ലെങ്കിൽ പ്രോട്ടീനൊന്നും മടുക്കുന്നില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാലേ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോ വരുമ്പോൾ കാണാനായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടൊരു സാധനം യൂട്യൂബ് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ എന്തോ ഒരു ചിഹ്നമാണ്, ഹൈപ്പ് എന്ന് പറയും. ഇനി ഹൈപ്പും കൂടെ ഞെക്കി കഴിഞ്ഞാൽ വീഡിയോസ് നല്ല റീച്ച് കിട്ടും. പിന്നെ താങ്ക് യു ഗൈസ്. പിന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ.